ഭരതൻ നായരുടെ കുടുംബത്തിനും നാട്ടുകാരനും കപ്പിത്താനും ഒപ്പമാണ് ഞാനുള്ളത്. ടീം മോഹിനിയാട്ടം, വെൽക്കം. താങ്ക് യു. അപ്പോ കുറച്ച് സാധനങ്ങളൊക്കെ മുമ്പിലിരിക്കുന്നുണ്ടല്ലോ, അതെ. കണ്ടിട്ട് തിന്നാനൊക്കെ തോന്നുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നും അതിനകത്ത് ഇല്ലല്ലോ അല്ലേ? ഇല്ലല്ലോ. ഇല്ല, ഓക്കെയാണ്, ആയിക്കോട്ടെ. പ്രധാനപ്പെട്ട ഈ ഇരിക്കുന്ന ആൾക്കാർക്ക് പുറമേയുള്ള പ്രധാനപ്പെട്ട ആൾക്കാരാണെന്ന് എനിക്കറിയാം. അപ്പം ആദ്യം കപ്പിത്താനോട് തന്നെ ചോദിക്കട്ടെ. ആദ്യം ഫസ്റ്റ് ഒരു പടം തിയേറ്ററിൽ ഫ്ലോപ്പായി പോയിട്ട്, അല്ലെങ്കിൽ അത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാണ്ടിരുന്നിട്ട് പിന്നീട് അത് OTT ചരിത്രം കുറിച്ചൊരു സംഭവമായിരുന്നു ഭരതനാട്യത്തിന് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ ഒരു പടത്തിന് രണ്ടാം ഭാഗം എടുക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു ധൈര്യം വേണമെന്ന് തോന്നുന്നുണ്ട്. അതായിരുന്നു ഏറ്റവും വലിയ ധൈര്യം? മുറുക്കല്ല രണ്ടാം ഭാഗമാണെന്ന് പറഞ്ഞത്. ഓക്കെ. ആദ്യത്തെ സിനിമയിലോട്ട് എത്തിപ്പെടാന്ന് പറഞ്ഞാൽ വലിയ സ്ട്രഗിൾ തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ ധൈര്യത്തിന്റെ കാര്യമായിരിക്കും. ഈ പറഞ്ഞ മാതിരി തിയേറ്ററിൽ വർക്ക് ആവാത്ത പോയൊരു പടം അതിന്റെ സെക്കൻഡ് പാർട്ട് ഇറക്കുന്നു എന്ന് പറയുമ്പോ നമുക്ക് മുമ്പ് ആട് എന്ന് പറയുന്ന സിനിമ ഉണ്ട്, മൂന്നാം ഭാഗം എത്തി നിൽക്കുന്നു. മൂന്നാം ഭാഗം എത്തി നിൽക്കുന്നു. അപ്പൊ ആ ധൈര്യത്തിനെ കുറിച്ച് ഇറങ്ങി തിരിച്ചാണ്. എങ്കിലും അത് തിയേറ്ററിൽ പറഞ്ഞ പോലെ വലിയ രീതിയിൽ വർക്ക് ആയിരുന്നു. പക്ഷെ OTT കിട്ടിയ റെസ്പോൺസ് ഉണ്ടല്ലോ, ഭീകര റെസ്പോൺസ് ആയിരുന്നു. ആ സമയത്ത് മൈൻഡിൽ വന്ന ഫസ്റ്റ് സംഭവം എന്തായിരുന്നു? 2 ആഴ്ച മുന്നേ കണ്ടിരുന്നെങ്കിൽ ഇതിന്റെ ആവശ്യം വരൂലായിരുന്നു. ഈ രണ്ടാം ഭാഗത്തിന് ഇതിന്റെ അല്ല, ഞങ്ങൾ അറിയാതെ നോക്കിപ്പോ. ഓക്കെ, അവിടെ തന്നെ നിർത്തിയാലേ. അങ്ങനെ ഒന്നല്ലേ? അപ്പൊ നന്നായി. നമുക്കിപ്പോ OTT സ്വീകാര്യത കണ്ടപ്പോഴായിരുന്നു നമുക്കൊന്നൊരു സക്സസ് കൂടി വേണമല്ലോ, തിയേറ്ററിൽ സക്സസ് വേണമല്ലോ നമുക്ക് ഈ സെയിം ഫാമിലിനെ വെച്ചിട്ട് എന്നുള്ളതുകൊണ്ട് നമ്മുടെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് തന്നെ ഇങ്ങനെ ചോദിച്ചിരുന്നു എന്തെങ്കിലും സാധ്യത ഉണ്ടോന്ന്. ആലോചിച്ചൊരു പരിപാടി കിട്ടിയപ്പോ പിടിച്ചു. അതെ. എങ്ങനെ ഇതിനകത്തും കുത്തിത്തിരിപ്പൊക്കെ തന്നെയാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. ഇല്ല ഇല്ല, അത് കുത്തിത്തിരിപ്പിനെക്കാളും കൂടുതൽ സഹായമാണെന്ന് തോന്നുന്നു. നന്നായി തോന്നുന്നു. തോന്നുന്നു. ബാക്കി നിങ്ങൾ കണ്ടിട്ട് ഞാൻ എന്റെ ഇന്റൻഷൻ വളരെ ഇല്ല. ആക്ച്വലി പുള്ളിക്ക് തോന്നുന്നത് ശരിയാ. സുഭാഷിനെ നമ്മള് മോശക്കാരനായിട്ട് കാണുന്നുള്ളൂ. പുള്ളി കഥാപരമായിട്ട് ഞാൻ ആ നാട്ടുകാർക്ക് പൊതുവേ ഉള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അത് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നുള്ളതായിരുന്നു ഭരതനാട്യത്തിൽ സംഭവിച്ചത്. ഇതില് വേറൊരു കഥാസന്ദർഭമാണ്. ഞാൻ വീട്ടിൽ കയറി. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വീട്ടിൽ കയറാൻ പറ്റിയിട്ടില്ല. ഇതില് അവൻ വീട്ടിൽ കയറ്റിയിട്ടുണ്ട് ഇവര്. സോറി. ഓക്കെ. അപ്പൊ ഇനി എന്തൊക്കെയോ വേറെ വരാൻ കിടക്കുന്നുണ്ട്. അതെ, ഉറപ്പായിട്ട് ഇതിന്റെ കഥ കുറെ കൂടെ സംഭവ ബഹുലമാണ്. ഭരതനാട്യത്തിനേക്കാൾ ഒരുപടി മുന്നിൽ ഇവന്റ്സ് ഉണ്ട് ഈ പടത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ സിനിമ കണ്ടിട്ടില്ല, എൻ്റെ ഒരു സ്ക്രിപ്റ്റ് മനസ്സിലാക്കുന്ന കൂട്ടത്തിൽ മനസ്സിലാക്കിയതാണ്. കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. അതെ, കുടുംബക്കാരാണ്. നിങ്ങളുടെ ഒരു സംഭവം എന്താ? വീണ്ടും കുടുംബത്തിനൊപ്പം ജോയിൻ ചെയ്യണം. ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ തീർന്നു. ഒരു കുടുംബത്തിലും ഒരു പ്രശ്നവും തീരില്ലല്ലോ. കുടുംബത്തിലാകുമ്പോ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവും. പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ടെൻഷൻസ് ആയിട്ടാണെങ്കിലും ഒക്കെ. അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലും ഇപ്പൊ ആദ്യം ഉള്ളത് അച്ഛന് രണ്ടാമത് ഒരു ഭാര്യ ഉണ്ട്, മോനുണ്ടെന്നുള്ളത്. ഇതിലും എന്തെങ്കിലും ഉണ്ടാവാം. നമുക്ക് അത് കാണുമ്പോ മനസ്സിലാവാം അച്ഛനെ കൊണ്ടാണോ മോനെ കൊണ്ടാണോ എന്ന് നമുക്ക് അറിയില്ല. എങ്കിലും ആദ്യം ആ ഒരു എന്താ പറയാ സെക്കൻഡ് ഫാമിലിനായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തു. ഒറ്റക്കെട്ടാണ്. ഇപ്പൊ നമ്മള് രണ്ടാനമ്മയുടെ നാട്ടിലേക്കാണ് ചെന്നേക്കുന്നത്. ഇനി അവിടെയാണ് പാലക്കാട്. നമ്മളെ പാട്ടിൽ തന്നെ കണ്ണൂര്. അമ്മയ്ക്ക് താക്കോല് കൊടുക്കുന്നു. നമ്മളെ പാട്ടിൽ തന്നെ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അമ്മയെ നമ്മൾ സെറ്റിൽ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ കഥയിലെ ഉദ്ദേശം. അപ്പൊ ഇവിടുത്തെ അമ്മയോ? ഇവിടുത്തെ അമ്മ എന്താ പറയണല്ലോ? അവര് തമ്മിൽ ആൽബം ഒക്കെ കാണിക്കുന്ന കണ്ടില്ലേ? അമ്മയും ഭയങ്കര ഇപ്പൊ അവര് രണ്ടുപേരും മച്ചായ. അതെ അല്ലേ? എങ്കിലും ഇപ്പൊ കുടുംബം ഒന്നും കൂടെ വലുതായിരിക്കുകയാണല്ലോ. ആ ഒരു ഫീല് ഇപ്പൊ മോഹിനിയാട്ടത്തിലേക്ക് എത്തുമ്പോ എന്താ തോന്നണേ? ശരിക്കും മോഹിനിയാട്ടത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്ന സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നുകൂടെ ഒരുമിച്ച് കൂടാൻ പറ്റും, അങ്ങനെ ആ ഒരു എല്ലാവരും മീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു സന്തോഷം ഉണ്ടായിരുന്നു. സിനിമയുടെ ഒബ്വിയസ്ലി ഉണ്ട്, ബട്ട് സ്റ്റിൽ ഇപ്പോൾ പറയുന്ന പോലെ കലച്ചേച്ചി, ശ്രീ ചേച്ചിനൊക്കെ വല്ലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത്. ഓൾറെഡി നമ്മൾ നല്ല ബോണ്ട് ഉണ്ടായിരുന്നു ഭരതനാട്യത്തിൽ തന്നെ. പക്ഷെ അത് മോഹിനിയാട്ടത്തിൽ വന്നപ്പോൾ ഒന്നും കൂടെ കൂടി. പിന്നെ കഥയാണേലും നേരത്തെ ഒരു ഫാമിലി എന്റർടൈനർ അങ്ങനത്തെ ഒരു ജോണറിൽ കിടന്ന പടം, പക്ഷെ ഇപ്പം കുറച്ചുകൂടെ ഒരു ക്രൈം, കുറച്ചുകൂടെ ഡാർക്ക് ഹ്യൂമർ വൈബിലോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പോസ്റ്ററിലൊക്കെ ചെറുതായിട്ട് റിവീൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഒന്നാമത് നമ്മളൊരു സീക്വല് ആദ്യമായിട്ടാണ് ഞാനും ചെയ്യുന്നത്. എനിക്കൊന്നും നമ്മൾ പലരും സൈഡ് വിളിച്ച് ബാക്കി എല്ലാവരും അല്ലെ സീക്വൽ ആദ്യമായിട്ട്, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. വീണ്ടും നമ്മള് ഒന്നുകൂടെ ചെയ്യുന്നു. പിന്നെ കുറച്ച് ദിവസത്തെ ഗ്യാപ്പില്ല ഭരതനാട്യത്തിന്റെ കഥ സംഭവിച്ചിട്ട് മോഹിനിയാട്ടത്തിലോട്ട് വരുമ്പോൾ വളരെ ചെറിയ ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ. ഞങ്ങൾക്കൊന്നും വലിയ വ്യത്യാസം ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഹെൽത്തിന്റെ ഒക്കെ ഒരു ഇതുള്ളതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഉണ്ട്. കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് വലുതായി.
ബാക്കി ഭയങ്കര രസമായിട്ടാ പോയത്. ഫണ്ണ് ഇപ്പൊ പറയുന്നതിൽ ക്രൈമും ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ പോലും എല്ലാം ഒരു ഹ്യൂമർ മൂഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളും അതെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഒരു കട്ട് പറഞ്ഞാലും ഞങ്ങൾ ഭയങ്കര സംസാരവും കൂട്ടും ഒക്കെ തന്നെയാ. പിന്നെ ആക്ഷൻ പറയുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതെ. അതുകൊണ്ട് ഭയങ്കര ഫണ്ണായിരുന്നു മൊത്തത്തിൽ. പറഞ്ഞല്ലോ ഇപ്പം ഭരതനാട്യത്തിന്റെ കഥ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ മോഹിനിയാട്ടം സംഭവിച്ചു. അപ്പം നേരത്തെ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് അത്രയും ഭയങ്കര ഹിറ്റായി മാറിയിരുന്നു തിയേറ്ററിൽ എന്നുണ്ടെങ്കിൽ സെക്കൻഡിനെ പറ്റി ആലോചിക്കില്ലായിരുന്നു എന്ന്. പക്ഷെ ഏത് സമയത്താണ് ഈ ഒരു തോട്ട് വന്നത് ഈ ഒരു മോഹിനിയാട്ടത്തിന് ഇങ്ങനെ ഒരു കഥ കൊടുക്കാൻ? കാരണം ഫുൾ കോമഡി ആയിട്ട് പോയ ഫസ്റ്റ് പാർട്ട് നിന്ന് ത്രില്ലറിലേക്കാണ് ചാടുന്നത്. ആ ജോണറും ഇതില് കംപ്ലീറ്റ് ഹ്യൂമർ തന്നെയാണ്. നമ്മൾ ആ ഫീൽ ഗുഡ് എന്നുള്ള സ്വഭാവത്തുനിന്ന് മാറ്റം പിടിച്ചിട്ടുള്ളതേ ഉള്ളൂ. ഹ്യൂമർ വെച്ച് നോക്കുമ്പോൾ ഭരതനാട്യത്തെക്കാളും ഒരുപാട് ഹ്യൂമേഴ്സ് ഇതിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡ്യൂസേഴ്സാണ് അതിന് തോട്ടിട്ടത്. എന്തെങ്കിലും സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് OTT സ്വീകാര്യത കിട്ടി, നമുക്ക് തിയേറ്ററിലോട്ട് റിഫ്ലക്ട് ചെയ്യാൻ പറ്റിയാൽ നന്നായിരിക്കും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. അപ്പൊ എനിക്കത് ഒന്ന് ജോണർ മാറ്റി പിടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഫീൽ ഗുഡ് ഒക്കെ ആയിരിക്കാം മേ ബി തിയേറ്ററിലോട്ട് ആൾക്കാർ വരാൻ മടിച്ചിട്ടുണ്ടാവും. എല്ലാവർക്കും ഇപ്പോൾ ഒരു ഫീൽ ഗുഡ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് OTT കണ്ടാൽ മതി എന്നുള്ളൊരു മൂഡിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട് ആൾക്കാർ. അപ്പൊ തിയേറ്ററിലോട്ടേക്ക് ആൾക്കാർ എത്തണം എന്നുണ്ടെങ്കിൽ അതിനുള്ളതാണ് നമ്മളോട് കൊടുക്കണം. അപ്പൊ അങ്ങനെ ഒരു പരിപാടി ഡിസൈൻ ചെയ്ത് പുതിയ ആൾക്കാരും കൂടി ഉണ്ട് ഭാഗമുണ്ട്. പുതിയ ആൾക്കാർ ഭാഗമായിട്ടുണ്ട്. അത് ക്യാരക്ടേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. സുരാജേട്ടനുണ്ട്, മെയിൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. വിനയ് ഫോർട്ട് ഉണ്ട്, ജഗദീഷ് ചേട്ടനുണ്ട്, ബേബിജീനുണ്ട്. ബേബിജിന്റെ ഒക്കെ ക്യാരക്ടർ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. കാരണം നമ്മൾ അങ്ങനെ അവനെ കണ്ടിട്ടില്ല. ഭയങ്കര യോയോ ജിങ്കാനിലൊക്കെ ഉള്ള അങ്ങനത്തെ ടൈപ്പ് അല്ലേ. ഇതില് ആ പാട്ട് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല പെട്ടെന്ന് ഒറ്റ നോട്ടിൽ. പിന്നെ എനിക്ക് തോന്നുന്നു സുഭാഷിന്റെ ക്യാരക്ടർ തന്നെ നമ്മള് ഭരതനാട്യത്തിൽ കണ്ടപ്പോ നമുക്ക് സുഭാഷിനെ കീറി ഒട്ടിക്കാൻ തോന്നിയല്ലോ. പക്ഷെ ഇതില് കുറച്ച് സ്നേഹമൊക്കെ തോന്നുമായിരിക്കും അല്ലേ? പാവായുണ്ട് കുറച്ച്. എന്താ പറയാ, അതെല്ലാം ആൾക്കാർ കണ്ടിട്ട് തീരുമാനിക്കട്ടെ. സുഭാഷ് ഭരതനാട്യത്തിലാണെങ്കിലും സുഭാഷ് വാസ് റൈറ്റ് അല്ലേ? ശരിയാണ്, ഏതൊരു നാട്ടുകാരൻ ഉണ്ടാവുന്ന ഒരു ക്യൂരിയോസിറ്റി തന്നെയാണുള്ളൂ. പക്ഷെ നമുക്ക് ആ വീട്ടുകാരോടുള്ള ഒരു ഇഷ്ടം കാരണം കൊണ്ട് അദ്ദേഹത്തിനോട് ദേഷ്യം വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ. എങ്കിലും ഭരതനായരെ മിസ് ചെയ്യുന്നുണ്ടാവോ? അല്ല, അതായത് സായി ചേട്ടനെ മിസ് ചെയ്തു നമ്മള്. സായി ചേട്ടൻ പക്ഷെ ഭരതനായർ തന്നെയാണ് ഇപ്പോഴും പ്രശ്നക്കാരൻ. ഭരതനായരാണല്ലോ എല്ലാത്തിനും പ്രശ്നം. അതെ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതെ. ഫിസിക്കലി നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കഥാപരമായിട്ടൊക്കെ ഇപ്പോഴും പുള്ളി തന്നെയാണ് മെയിൻ. അതെ. ഈ ഭരതനാട്യം എന്നുള്ള പേര് കൊടുത്തത് കൊണ്ടാണോ ഒരു സെക്കൻഡ് പാർട്ടിന് മോഹിനിയാട്ടം എന്നുള്ള ഒരു പേര് ഇടാൻ? വേറെ ടൈറ്റിലായിരുന്നു എന്റെ എഴുത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. മോഹിനിയാട്ടം എന്നുള്ള പേരൊക്കെ ഇടയ്ക്ക് വന്നു പോയായിരുന്നു. പക്ഷെ അത് വേണ്ട, കാരണം അത് ബാക്ക് ഫയർ ചെയ്തിട്ടുള്ള കാര്യം. നമുക്ക് ഭരതനാട്യം എന്നുള്ള ടൈറ്റിലും ഒരു റീസൺ ആണെന്നുള്ളത് കുറേ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ ആൾക്കാർ വരാതിരിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി അത് ആവർത്തിക്കേണ്ട എന്നുള്ളത് ഒഴിവാക്കി. വെറുതെ ജസ്റ്റ് ഒരു ഫസ്റ്റ് തോട്ടിൽ വന്ന് പോയിട്ട് ഒഴിവാക്കി വിട്ടതായിരുന്നു. പിന്നീട് മിഥുൻ മേനൽ പുള്ളി സ്ക്രിപ്റ്റ് വായിച്ചു. ആ പുള്ളി വെച്ചിട്ട് അത് മോഹിനിയാട്ടം എന്നുള്ളൊരു പേര് ഇതിലോട്ട് കൊണ്ടുവരാൻ വല്ല സാധ്യത ഉണ്ടോ ചോദിച്ചു. ഈസി ആയിട്ട് പറ്റും ചേട്ടാ, നമുക്ക് അതിൽ എലമെന്റ്സ് അതിലുണ്ട്, നമ്മളായിട്ടത് പിടിക്കാത്തതാണെന്ന് പറഞ്ഞു. കാരണം ഒരു വട്ടം പണി കിട്ടിയതായതുകൊണ്ട്. അപ്പോൾ ഇനി അത് പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി ഭരതനാട്യം രജിസ്റ്റർ ആയാലോ. ഇപ്പോൾ ഇത് പ്ലാറ്റ്ഫോം സെറ്റായി. ഇനി ഭരതനാട്യത്തിൽ സീക്വലായിട്ട് വരുമ്പോൾ ആൾക്കാരെന്തായാലും ഹ്യൂമർ തന്നെ എക്സ്പെക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞ് പുള്ളി തന്ന ധൈര്യത്തിനാണ് മോഹിനിയാട്ടം പിടിച്ചത്. സായി ചേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നോ ഈ ഒരു സെക്കൻഡ് പാർട്ടിന്റെ? അദ്ദേഹത്തിന്റെ ഒരു പരിപാടി എന്തായിരുന്നു? അല്ല, അദ്ദേഹം ഇല്ലാത്തതിന്റെ ഒരു വിഷമം കൊന്നു കളഞ്ഞല്ലോ അല്ലേ? അതെ, ഇത് നമ്മൾ അറിഞ്ഞില്ലല്ലോ പാട്ട് വരും. എന്തെങ്കിലും ലീഡായിരുന്നു, കയ്യൊക്കെ അനങ്ങണ പോലെയോ ലാസ്റ്റൊക്കെ. സിനിമ ചെയ്യുക എന്നുള്ളതിനേക്കാളും വീണ്ടും എല്ലാവരോടും പുള്ളി മാത്രം കത്തിച്ചു കളയേണ്ടിയിരുന്നില്ല. ഞാൻ വിളിച്ച കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. മോനിയുടെ കഥയൊക്കെ പുള്ളിക്ക് അറിയാം. എന്നതാണ് ചേട്ടനോട് അഭിനയിക്കേണ്ടതേ ഉള്ളൂ. ഈ ഒരു ജോൺ ഷിഫ്റ്റ് വന്ന സമയത്ത് ആൾക്കാർ അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൊരു സംഭവം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ? അല്ല, അത് ഇപ്പോഴുണ്ട്, വരട്ടെ. പക്ഷെ കാത്തിരിക്കാനുണ്ട് ഓഡിയൻസ് ഒരുപാട് പേര്. കാരണം മോഹിനിയാട്ടം അനൗൺസ് ചെയ്തപ്പോൾ തൊട്ടിട്ട് ആ ഒരു കാത്തിരിപ്പ് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവുമായിരിക്കും ആൾക്കാർ. ഇതിന് എന്നാണ് റിലീസ് എന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അതൊരു ഭയങ്കര ഒരു OTT കിട്ടിയ സ്വീകാര്യത തന്നെയാണ് ഇതൊക്കെ ചെയ്യാനൊരു പ്രചോദനമായിട്ടുള്ളത്. വരുമെന്ന് വിചാരിക്കുന്നു അവരൊക്കെ തവണ തിയേറ്ററിലോട്ട്. അതെ. എങ്കിലും ഫസ്റ്റിന്റെ ഈ തിയേറ്ററിൽ അക്സെപ്റ്റ് ചെയ്ത സമയത്ത് നിരാശ തോന്നിയിട്ടുണ്ടായിരുന്നു? അയ്യോ, എല്ലാം തീർന്നു വിചാരിച്ചിരിക്കുന്ന ടൈം ആയിരുന്നല്ലോ അത്. ആ ഒരു മാസം എന്ന് പറയുന്നത് ഒറ്റ പടത്തിലേക്ക് 2 ഫീലിംഗും കിട്ടി. ഒരു ഫ്ലോപ്പായ പടത്തിന്റെ ഡയറക്ടറുടെ അവസ്ഥ എന്താവുന്ന ഒരു മാസം ഞാൻ അറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സക്സസ് അടിച്ച് OTT പോലും സക്സസ് കിട്ടിയപ്പോൾ ഓക്കെ, ഇങ്ങനെയാണ് സക്സസ് വന്നാൽ പോയവരൊക്കെ തിരിച്ചൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ രണ്ടും അറിയാൻ പറ്റിയ ഒറ്റപ്പടത്തില്. ഭരതനാട്യത്തിൽ തുടങ്ങി മോഹിനിയാട്ടത്തിലെത്തി, ഇനി അതൊരു കുച്ചിപ്പുടിയും കഥകും ഇനി എന്തൊക്കെ കലാരൂപങ്ങൾ ഉണ്ടെങ്കിൽ ആ പേരുകളിലൊക്കെ ഇങ്ങനെ തുടർന്ന് പോകാൻ അവസരം ഉണ്ടാവട്ടെ.
അതിലെല്ലാ അതിൽ പറഞ്ഞ പോലെ തന്നെ ഭരതനാട്യ കുടുംബം ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബം മാത്രമല്ല, കുടുംബത്തിലേക്ക് വന്നു ചേരുന്ന ആൾക്കാരും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ മനസ്സിലായത്. അപ്പം ജോണർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഇങ്ങനെ വരട്ടെ. ഇപ്പൊ ക്രൈമായി, ഇനി ഒരു ഹൊറർ, നമുക്ക് അതിട്ടിട്ട് കുച്ചിപ്പുടി ഇറക്കാം, സെറ്റാക്കാം അല്ലേ? ഇതൊക്കെ ഞങ്ങളെപ്പോഴും പറയുന്നുണ്ട്. ഞങ്ങൾ പറയണ്ടേ കുച്ചിപ്പുടി ഇനി ഏതൊക്കെയുണ്ട് മാർഗംകളി, തിരുവാതിര, ഒപ്പന എല്ലാം മാർഗംകളിയും ബെസ്റ്റാ. കാരണം ഒരു മാർഗമില്ലാണ്ട് അങ്ങനെ വന്നിട്ടുണ്ടല്ലോ. ഓ അത് പറ്റില്ല. വന്നല്ലോ. ഓട്ടംതുള്ളലും അത് വരാൻ പോകുന്നുണ്ട്. അതെ, ആ, ഞങ്ങളോട് അത് പറ്റില്ല. ഒപ്പനയിലൊക്കെ കയറി പിടിക്കാന്ന് വിചാരിക്കുക. ഇപ്പൊ എടുത്തു വെച്ചാൽ മതി. ടൈറ്റിൽ ഒന്ന് ബ്ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗങ്ങളും കൂടെ, ഞാൻ മാത്രല്ല, എനിക്ക് തോന്നുന്നു നിങ്ങൾ ആക്ടേഴ്സും ആഗ്രഹിക്കുന്നതല്ലേ ഞാൻ അതിന്റെ ഒരു തുടർച്ച. എന്റെ കാര്യം സംശയമാണ്, ഇവരൊക്കെ എന്തായാലും ഉണ്ടാവും. സുഭാഷ് ഇല്ലാത്ത പരിപാടിയില്ല നമുക്ക്. ഇല്ലാത്ത പരിപാടി ഒന്നും സുഭാഷ് ഉണ്ടാവില്ല. ഇല്ലാത്ത ഒരു പരിപാടിയില്ല നമുക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ സുഭാഷിനെ വിട്ടിട്ടൊന്നും എന്തായാലും ഇനി അടുത്ത് പോകണ്ടല്ലോ. ചേട്ടൻ ശശിധരൻ അല്ലാണ്ട് വേറെ ഏത് ക്യാരക്ടർ ചൂസ് ചെയ്തെന്ന് വെച്ചപ്പോ സുഭാഷ് പറഞ്ഞ നമുക്ക് നേരത്തെ ആ വീട്ടുകാരോടുള്ള സ്നേഹം കാരണം കൊണ്ട് സുഭാഷ് ഒരു ചൊറിയനായിട്ട് തോന്നുന്നതാണ്. പക്ഷെ സുഭാഷാണ് യഥാർത്ഥ എന്നെ നാട്ടുകാരൻ. കൊറേ പേര് സിനിമ കഴിഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞു സുഭാഷിന്റെ ക്യാരക്ടർ, സുഭാഷ് അടിപൊളി. ഞാൻ നന്നായി എന്ന് പറയണേക്കാ കൂടുതൽ പറഞ്ഞ സുഭാഷ് നന്നായി. അതായത് സോഹൻ ചേട്ടനല്ലേ, സോഹൻ ചേട്ടൻ്റെ പുള്ളിയുടെ വൈഫ്, അതായത് എന്നെ കണ്ടപ്പോ പറഞ്ഞ എനിക്ക് ഇയാളെക്കാളും തന്നെ ഇഷ്ടപ്പെട്ടത് ക്യാരക്ടറില്ല. അപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നത് ഞാനായിട്ട് ഒന്നും ചെയ്തതല്ല, അതെല്ലാം ദാസിന്റെ സ്വാഭാവികമായിട്ടും എല്ലാ സിനിമയിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ പോകുന്നു, ഡയറക്ടർ എന്ത് പറയുന്നത് ചെയ്യുന്നു. പക്ഷെ ഇതിനകത്ത് ദാസിന്റെ കയ്യിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു കടിഞ്ഞാണ് ഉണ്ടായിരുന്നു. എന്റെ മാത്രമല്ല എല്ലാവരുടെയും പെർഫോമൻസിന്റെ കേസിൽ. ഇത് മോഹിനിയാട്ടത്തിലൊരു കോറേറ്റർ കൂടി എനിക്ക് ഒപ്പുണ്ടായിരുന്നു, വിഷ്ണു എന്ന് പറഞ്ഞിട്ട്. വിഷ്ണു കൂടി ഉണ്ട്. അത് സന്തോഷം, അതെ, ഹാപ്പിയാണ്. ഹാപ്പിയാണ്. അപ്പൊ ഈ ഒരു ഹാപ്പിനെസിന്റെ പുറത്ത് നമ്മൾ പറയട്ടെ, ഈ ഒരു ചിത്രം മോഹിനിയാട്ടം എല്ലാവരും ഏറ്റെടുക്കട്ടെ. തിയേറ്ററുകളിൽ വലിയ വിജയമാവട്ടെ, അതാണ് വേണ്ടത്. അപ്പം അത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ ബാക്കി ഭാഗങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതേ ക്രൂവിൽ നിന്ന്.